ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പായും അമ്മാവും എല്ലാം എങ്കും ഉണ്ടോന്ന് தெரியாது. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. എന്തായാലും ഇനി ഇതും കൂടെ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. அப்பா அம்மா அப்பா அப்பா அம்மா அம்மா அவங்க ரெண்டு பேரும் இங்க இல்ல, வேலைக்கு போயிருப்பாங்க. அந்த போலீஸ்காரர் அங்க என்ன பார்த்தாங்க, இல்லைன்னா இங்க என்ன തിരക്കി വന്നിരിക്കാது. നീ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവിടേക്ക് വരണ്ട. അയാളുടെ ശ്രദ്ധ കടയിലുണ്ടാവും. ചേച്ചി വേല അതിനൊരു കുഴപ്പവും വരില്ല. നീയായിട്ടുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. നീ എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. 1-2 ആഴ്ച കാണാതാവുമ്പോ പിന്നെ അയാൾ ആ ഭാഗത്തേക്കൊന്നും വരില്ല. അതുവരെ നീ ഇതിവിടെ സൂക്ഷിക്കണം. മരിച്ച നാള് വരുമ്പോ നമുക്കിവിടുത്തെ പാപനാശിനിയിൽ ഇതൊഴുക്കാം. സ്വന്തം താനക്ക ഇതെല്ലാം പണ വേണ്ടിയത്. ഇതൊക്കെ സടങ്ങ് இருக்குமே. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. இந்த மாதிரி കാര്യങ്ങൾ ரொம்ப நெருக்கமானவங்க தானே பண்ண வேண்டியது. വീട്ടുകാർക്കിட்ட തെரியപ്പെടുത്തിരുന്നാൽ നമുക്ക് இந்த ബുദ്ധിമുട്ട് വന്നിരിക്കാതെ. അത് ഞാനും മരണപ്പെട്ട ആളും തമ്മിലുണ്ടാക്കിയ ധാരണയാ. ഞാൻ വാക്ക് കൊടുത്തുപോയി. മരണപ്പെട്ട വിവരം വീട്ടുകാരെ അറിയിക്കുകയില്ലെന്ന്. അത് പാലിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ഇത്. തൽക്കാലം നീ ഇതിവിടെ വെക്കണം. ആ, എവിടെ വെക്കണം? അപ്പൊ എങ്ങനെയാ, നമ്മൾ നാട്ടിലേക്ക് പോവല്ലേ? സാർ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഏതിനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് എന്റെ മൊബൈലിലും ഞാനത് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടും സമ്മതിച്ചു തരില്ല എന്ന് വെച്ചാ? അല്ല, എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? എന്താന്നല്ലേ ചോദിച്ചേ? അത് മുന്നിലേക്ക് എടുത്തേ, എടുക്കാൻ. ഇനിയോ തുറക്ക്, തുറക്കാൻ. എന്താ ഇത്? സാരമില്ല, ബാക്കി താൻ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാ മതി. അപ്പൊ എങ്ങനാ, നമ്മൾ പോവല്ലേ? ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. പറയണം. പൂജയ്ക്ക് പോയവരെ കാണുന്നില്ലല്ലോ. ഇതെന്താ ഇത്രയും വൈകുന്നത്? ഭാമേ, വിഷ്ണു ഉണ്ടല്ലോ കൂടെ. ആണൊരുത്തും കൂടെ ഉള്ളപ്പം എത്ര രാത്രിയായാലെന്താ? അവൻ അവരെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചോളും.